എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനെ കാണാതായിട്ട് ഇന്ന് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. 1 മാസം അതിലേറെ ദിവസങ്ങളുമായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും അർജുനെക്കുറിച്ചുള്ള ഒരു വിവരവും തന്നെ ലഭിച്ചിരുന്നില്ല. ഗംഗാവലി പുഴയുടെ ഒഴുക്ക് കാരണം പല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നത് കാരണം പല തെരച്ചിലുകളൊക്കെ ദുഷ്കരമായിരുന്നു. ഈശ്വർ മാൽപേ എന്ന് പറഞ്ഞ മുങ്ങൽ വിദഗ്ധനായ വ്യക്തിയൊക്കെ വന്ന് മുങ്ങലൊക്കെ നടത്തിയെങ്കിലും കൂടുതൽ കാര്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ ലാസ്റ്റ് വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹം അവസാനമായിട്ട് തെരച്ചിൽ അവിടെ നടത്തിയിരുന്നത്. അതും പ്രകാരം മണ്ണും കല്ലൊക്കെ അടിഞ്ഞുകൂടിയതിനാൽ കൂടുതൽ തിരച്ചിൽ ദുഷ്കരമാണെന്ന് കാണിച്ച് പിന്നീട് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെട്ട് ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത കാലയളവിലേക്ക് തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അതനുസരിച്ച് തിരച്ചിലുകളെല്ലാം മുമ്പോട്ട് പോയിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് തിരച്ചിൽ നടത്തി. അതിനുശേഷം ഒരു തിരച്ചിലോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. എന്നാൽ കർണാടക സ്വദേശികളായ 2 വ്യക്തികളും കൂടെ അർജുനൊപ്പം കാണാതായിട്ടുണ്ട്. അതിലൊരു ജഗന്നാഥ് എന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം ഈശ്വർ മാൽപേ ഒരു പ്രാവശ്യം കൂടി അവിടെ വന്നിരുന്നു, പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കർണാടക പോലീസ് അത് ഇടപെട്ട് നിർത്തലാക്കുകയും അത് തുടരാൻ സമ്മതിക്കുകയും ചെയ്തില്ല. അദ്ദേഹത്തിന് കേസ് ചാർജ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് മുങ്ങി പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് കല്ലും മണ്ണുള്ള അതൊക്കെ ഇളക്കി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധനയിൽ ലഭിക്കൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിനുശേഷമാണ് ബാക്കി തിരച്ചിൽ പുനരാരംഭിക്കത്തുള്ളൂ. ഈ സമയത്താണ് ഈശ്വർ മാൽപേ എന്ന വ്യക്തി അർജുൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും കാര്യങ്ങളുടെ നിജസ്ഥിതികളെ വിശദീകരിക്കുന്നതിനും വേണ്ടി അർജുൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് അറിയിച്ചത്. അർജുൻ്റെ കുടുംബാംഗങ്ങൾ പരാതിയായിട്ട് മുമ്പോട്ട് പോയിരുന്നു. തിരച്ചിൽ ഏത് ഘട്ടം വരെ എത്തി, എന്തെങ്കിലും പ്രതീക്ഷ കാര്യങ്ങളൊക്കെ അവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർ മാത്രമല്ല, കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അർജുൻ്റെ ഒരു വിവരം ലഭിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഈശ്വർ മാൽപേ നേരിട്ട് വരികയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നത് നേരിട്ട് കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈശ്വർ മാൽപേ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നിട്ടുള്ള തിരച്ചിൽ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ചേരുന്ന ഉന്നതതല മീറ്റിംഗ് ഇന്ന് ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള തീരുമാനത്തിലെത്തുകയുള്ളൂ. അപ്പോഴും നമുക്കറിയാൻ സാധിക്കും ഇനി അർജുനെക്കുറിച്ചുള്ള തെരച്ചിൽ ഏതുവരെ എത്തിയെന്ന്. എന്നാൽ ലോറിയുടെ കുറച്ച് ഭാഗങ്ങൾ കിട്ടുകയുണ്ടായി. പിന്നെ 50 മീറ്റർ നീളമുള്ള ഒരു കയറ് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം ഒരു ജാക്കി ലഭിച്ചു. ഇത് രണ്ടും അർജുൻ്റെ വണ്ടിയുടേതാണെന്ന് ലോറിയുടെ ഉടമയായ മനാഫ് തിരിച്ചറിയുണ്ടായി. അതിനുശേഷം കിട്ടിയ മറ്റ് ലോഹഭാഗങ്ങളൊന്നും അർജുൻ്റെ വണ്ടിയുടേതല്ല എന്നുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ അർജുൻ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിനൊന്നും ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. മുങ്ങൽ വിദഗ്ധർക്കോ അല്ലെങ്കിൽ പോലീസിനോ അവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ത് സംഭവിച്ചു എന്നത്. ഇനിയും കൂടുതൽ തിരച്ചിൽ നടത്തില്ല എങ്കിൽ ആ ചായക്കടയിലെ ഉടമയെയും കുടുംബത്തെയും കിട്ടിയ ഭാഗത്ത് തന്നെ അർജുൻ ഉണ്ടാകാം. ഒരു പക്ഷേ അവിടെ തിരച്ചിൽ നടത്തിയാൽ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്നാൽ തന്നെയും അത് ഏത് തരത്തിലാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കർണാടക സർക്കാരിനെ ആശ്രയിച്ചിരിക്കും. അവർ ഡ്രഡ്ജിങ് മെഷീനൊക്കെ കൊണ്ടുവന്ന് മണ്ണും കല്ലൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം കൂടുതൽ തിരച്ചിൽ സജീവമാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. എന്തായാലും എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. അർജുൻ്റെ കുടുംബം മാത്രമല്ല, കേരളം മൊത്തം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.